ഇറ്റ്സ് മീ പി ആർ റഹ്മാൻ അതിർശ്ശേരി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണ് ഇപ്പോൾ മീഡിയകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ അത് വളരെ നിറഞ്ഞു നിൽക്കുന്നത്. പൊതുവെ കേരളക്കാർ വിവാദങ്ങളിലും വ്യക്തികൾക്കെതിരാകുമ്പോൾ അത് ഭയങ്കര ആവേശത്തോടെ ഏറ്റെടുക്കുന്ന ഒരു പ്രകൃതമാണുള്ളത്. അതെന്തിലാവട്ടെ, എൻ്റെ ടോക്ക് അതല്ല. ഞാനിതിൽ ഇരിക്കുന്ന ചെറിയ വിഷയങ്ങളാണ്. ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ വിഷയങ്ങൾ. ഇവിടെ നടന്ന ഈ ഒരു വിഷയത്തിൽ ഒരു ലേഡിയുമായിട്ട്, രണ്ടോ ലേഡിയുമായിട്ട് അദ്ദേഹം ചാറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിയെന്നാണ്. അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് അതാണെങ്കിൽ അദ്ദേഹം അത് ചെയ്തു എന്നാണ് ഇവർ വരുത്തി തീർക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫെമിനിസ്റ്റ്, ഇവിടെ ഒരുപാട് ലിവിങ് ടുഗദർ ചിന്തയുള്ള, അതുപോലെ തന്നെ ഭയങ്കര ഫ്രീഡം വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങളൊക്കെ ഇപ്പോൾ എവിടെ? നിങ്ങളെന്താണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാത്തത്? അതുപോലെ തന്നെ ഇതിനെ ആക്കം കൂട്ടാൻ ഒരുപാട് മീഡിയാസ് ഇതിങ്ങനെ ചെയ്യണം, അത് പരിഷ്കൃതമാണെന്നൊക്കെ പറഞ്ഞ് നടന്ന മീഡിയകൾ, അവരും ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിയുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിലെ മീഡിയാസുകളും അതുപോലെ തന്നെ നവോത്ഥാനവാദികളാണെന്നൊക്കെ ഇവിടെ അവകാശപ്പെടുന്നവർ ഇത്തരത്തിലുള്ള ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ നിങ്ങളെന്താ അദ്ദേഹത്തെ പിന്തുണക്കാത്തത്? വെറുതെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിൻ്റെ പാരമ്പര്യമായിട്ടുള്ള കേരളത്തിൻ്റെ തനി സംസ്കാരം അല്ലെങ്കിൽ ഒരു മതങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കെതിരാവുക, അത് തെറ്റാണ്, ഇത് തെറ്റാണ്. അപ്പോൾ മതങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇത് അദ്ദേഹം ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ, ഈ കുട്ടിയുമായി കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരു രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നോ ഇഷ്യൂസ് വരില്ലായിരുന്നു. ഇത് ലിവിങ് ടുഗദറിൻ്റെ ഭവിഷ്യത്ത് ഇവിടെയാണ്. ഇവർ ഒരു സുപ്രഭാതത്തിൽ ഇഷ്ടപ്പെടുകയും, സൈക്കോളജിക്കൽ വശം പറയുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെ ബന്ധങ്ങളൊക്കെ തുടർന്ന് ഒരു പീക്കിലെത്തും. അപ്പോൾ ഡോപ്പാമൈൻ പീക്കിലെത്തും. ആ ഡോപ്പാമൈൻ പീക്കിലെത്തിക്കഴിഞ്ഞാൽ, ഹോർമോൺ പീക്കിലെത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരും. അത് കുറഞ്ഞു വരുന്ന സമയത്താണ് ഇവർ തമ്മിൽ പിരിയുക. ഈ പിരിയുന്ന സമയത്ത് ഇവർക്ക് ഇയാളടുത്തു നിന്നുള്ള വരുമാനങ്ങളോ മറ്റു സോഴ്സുകളോ സപ്പോർട്ടോ ഒന്നും കിട്ടാതെ വരുമ്പോൾ ഇത് എതിർ കക്ഷികളോ ആരെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്ത് ഇവർക്കെതിരെ അസഭ്യങ്ങൾ പറയുക, കേസ് കൊടുക്കുക, പീഡനം എന്ന് പറയുക. എന്നിട്ട് അത് സ്വീകരിക്കാൻ കുറേ നമ്മുടെ കോർട്ടും പോലീസൊക്കെ അതിനായിട്ട് അനുകൂലമായിട്ടും എല്ലാം ലേഡീസിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ചോദ്യം ഇതാണ്, ഈ പരിഷ്കൃതവാദികളൊക്കെ ഇപ്പോൾ ഇവിടെ അദ്ദേഹം ചെയ്ത് നിങ്ങളെ അഭിപ്രായത്തിൽ തെറ്റല്ലല്ലോ, സമൂഹത്തിൽ അത് തെറ്റാണ്. അപ്പോൾ ഈ